ഈ നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ഗവൺമെന്റ്മാർ കോടതിയിൽ ബോധിപ്പിക്കുന്നു. SIT രൂപീകരിച്ചത് UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ്. പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ എത്തി. വാഹനത്തിൽ ഇടിച്ചു. മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് ഇടപെട്ടത്. നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമെന്നുമാണ് ഗവൺമെന്റ്മാർ കോടതിയെ അറിയിക്കുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, സ്വാഭാവികമായിട്ടും അവരുടെ നിലപാട് അങ്ങനെയായിരിക്കും. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ ദൃശ്യങ്ങൾ സഹിതമുള്ളതാണ്. അന്ന് പോലീസ് ആ ദൃശ്യങ്ങളൊന്നും തെളിവായി കണ്ടില്ല. ഇന്ന് പക്ഷേ നയം മാറിയപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തെളിവാകുന്നു. അത് കൃത്യനിർവഹണമല്ല, അതിക്രമമാണെന്ന് നിലപാട് വരുന്നു. എന്താണ് കോടതിയിൽ നടക്കുന്നത്? സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. 27ാമത്തെ കേസായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അരമണിക്കൂറിനകം കേസ് പരിഗണിക്കും. ഈ ഗവൺമെന്റ്മാരുടെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷയുള്ള കാര്യങ്ങളാണ് ദിഗീഷ് പറഞ്ഞത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് ഇസറ്റ് സെക്യൂരിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് മാത്രവുമല്ല, ഈ കേസ് UDF അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വീണ്ടും പുനരന്വേഷിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്നാൽ വീണ്ടും കേസ് അന്വേഷിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ വേട്ടയാടലുണ്ട്. സമൂഹത്തിൽ അപമാനിക്കപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് മാത്രവുമല്ല, അറസ്റ്റ് ചെയ്താൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഈ ഗവൺമെന്റ്മാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്പസമയത്തിനകം കേസ് കോടതി പരിഗണിക്കും. കേസ് കോടതിയിൽ വരുമ്പോൾ ഈ മർദ്ദിക്കപ്പെട്ട AD തോമസ് MLA ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസും കേസിൽ കക്ഷി ചേരാൻ വേണ്ടി അപേക്ഷ നൽകും. ഇവരുടെ വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രതികൾ മർദ്ദനമേറ്റവരുടെ വാദം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇവർ അധികാരത്തിന്റെ തണലിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇരിക്കുന്ന അന്വേഷണമായിട്ട് പോലും എല്ലാ രീതിയിലും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വിവിധ ഭാഗങ്ങളിൽ നിന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും മർദ്ദനമേറ്റവരുടെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും നിലപാട്. ശരി.